ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വളാഞ്ചേരിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി അത് അവരുടെ ഒരു ആഗ്രഹം തീർത്തു എന്നുള്ളതല്ലാതെ നമുക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല, മറിച്ച് സന്തോഷമാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ടീമിൻ്റെ ലക്കും ലഗാനുമില്ലാത്ത അഴിഞ്ഞാട്ടം, അല്ലെങ്കിൽ അവരെ ഈ പേച്ച പോക്ക്, അത് ഒരു പ്രാവശ്യം പത്രദ്വാര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ പറയും, നിങ്ങളുടെ നേതാവ് ഇപ്പോൾ ആലുവയിലുള്ള ഇന്നാളല്ലേ നിൽക്കും. അല്ല എന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർ മനസ്സിലാക്കില്ല. കാരണം ഇവർ ഈ സോഷ്യൽ മീഡിയ ഇവർ അടക്കി ഭരിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ടീമുമായിട്ട് ഈ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകൻ, പുതിയ പ്രവാചകൻ, ആ പ്രവാചകനുമായിട്ട് ഈ നവപ്രവാചകനുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല എന്ന് പത്രത്തിൽ പ്രസ്താവന കൊടുത്തു. പക്ഷേ എങ്കിലും അത് ആൾക്കാർ മറന്നു പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വീണ്ടും ഒന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇവരുമായിട്ട് നമുക്ക് ബന്ധമില്ല എന്ന് ഓപ്പനായി പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അൽഹംദുലില്ലാഹ് ഈ ടീം ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. പിന്നെ നമുക്കൊരു പരിപാടി വെക്കേണ്ട ആവശ്യം പിന്നില്ല, അങ്ങാടി പിന്നെ പരിപാടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെക്കണത് എന്തിനാണ്? ഈ പുതിയ പ്രവാചകനുമായിട്ട് നമുക്ക് ബന്ധമില്ല, ഈ അവതാരവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അവർ തന്നെ ഭംഗിയായി നിർവഹിച്ചു. കാരണം എൻ്റെ നാടിൻ്റെ പേര് വളപുരം എന്നാണ്. പക്ഷേ അത് നേർക്ക് നേരെ പറയാനുള്ള ആ ഒരു കടുമ്പ്, അല്ലെങ്കിൽ ആ ഒരു കുനുട്ടെന്ന് പറയും, അതിനൊരു വളിപുരം എന്ന് പറയും. അൽഹംദുലില്ലാഹ്. എന്നാലും എന്നെ തന്നെയാണ് പറയണമെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നാട്ടുകാർക്കൊക്കെ. ഇനി വേറെ എനിക്കുള്ള ഫിസിക്കലായിട്ടുള്ള വല്ല സ്വഭാവങ്ങളോ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ്, അതുപോലെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ്, അത് അവർ ശരിക്ക് നന്നായിട്ട് ആ ദൗത്യം നന്നായിട്ട് നിർവഹിച്ചു. കേട്ടവർക്കൊക്കെ മനസ്സിലായി ഈ വളപുരം ഈ കാര്യത്തിലില്ല എന്നവർക്ക് കേട്ടവർക്കൊക്കെ മനസ്സിലായി. എൻ്റെ ആവശ്യം അതായിരുന്നു. നമ്മൾ പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടാക്കി പറയുമ്പോൾ ഇതിനെ പറ്റിയാണ് അങ്ങനെ പറയണു. ഇബ്ലീസിന് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ലാനത്തുള്ളാഹി പറഞ്ഞിട്ട് മുഖരിതം, ആകെ ശബ്ദമുഖരിതമാവുന്ന സമയത്ത് ഇബ്ലീസിനോട് പാവം തോന്നുന്ന, അനുകമ്പ തോന്നുന്ന ഖാദിരിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും ലാനത്തുള്ളാഹി പറയുമ്പോൾ കൂട്ടത്തിൽ അങ്ങനെ ലാനത്തുള്ളാഹി പറയാതല്ല, ഇത് ഇങ്ങനത്തെ ആളല്ലേ, അങ്ങനത്തെ ആളല്ലേ, അത് ഇന്നാളെ മോനല്ലേ, മറ്റല്ലേ, മറിച്ചല്ലേ എന്ന് പറയുമ്പോൾ ഒരു അനുകമ്പ. അപ്പോൾ മുമ്പ് ഉള്ളതല്ലാത്തതൊന്നും എനിക്കറിയില്ല, ഞാൻ അതില്ലാത്തതായിട്ട് ഇനി പറയണം. എന്നാലും കാര്യം മനസ്സിലാക്കുകൊണ്ട് മുമ്പ് വയത് പറയുമ്പോൾ അമ്മാരി ലാനത്തുള്ളാഹി എന്നിങ്ങനെ പറഞ്ഞ് ഇയാളൊരു അലിവുള്ള മനുഷ്യനാണ്, എന്നാലും അങ്ങനെ ഓനെ പറ്റി പറയാൻ പറ്റുമോ? അത് കുറച്ച് ഓവറല്ലേ. അപ്പോൾ ഓൻ പിന്നെ റഹ്മത്തുള്ളാഹി പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ റഹ്മത്തുള്ളാഹി പറഞ്ഞ ആളോട് ഇബ്ലീസിന് സ്നേഹം കൂടിയപ്പോൾ രാത്രി പോയി കടന്നുറങ്ങിയപ്പോൾ മൂപ്പര് ഇബ്ലീസിനെ തന്നെ കാണുകയാണ്. നല്ല സ്വർണത്തിൻ്റെ കിണ്ടിയും കൈ പിടിച്ച് വരുമ്പോൾ, ഇത് അനക്ക് ചെയ്യാൻ വേണ്ടി സംഭവം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്, കൈ പിടിച്ചോന്നാണ് മൂപ്പര് കൈ കൊടുത്തു. അത് കൊടുത്തിട്ട് അതെവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെക്കണമെങ്കിൽ ആൾക്കാർ കാണുന്നതിന് മുമ്പ് മറ്റേ ആൾക്കാർ കൊണ്ടുപോകില്ല. അപ്പോൾ അതുകൊണ്ട് ഭാഗത്ത് നിധിയായിട്ട് അവിടെ കുഴിച്ചിട്ടുന്നതാണ്. എന്നിട്ട് ആരും അറിയാതിരിക്കാൻ പുതു മണ്ണല്ല, അപ്പോൾ അത് ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചാൽ അതിന് മുകളിൽ നിന്നാണ്ട് വേറെ ഇളകി മറക്കിയിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ മറക്കിരുന്ന് നോക്കുമ്പോൾ ഒപ്പം കിടക്കുന്ന പെണ്ണുങ്ങളെ തൊണ്ട് എനിക്കായിപ്പോയി എന്ന് പറയും കേട്ടോ. ഇത് ചിലപ്പോൾ ഇല്ലാത്തതാവാം. പക്ഷേ ഇപ്പം നടക്കണത് ഇപ്പം ഇങ്ങനെ കുറേ ഉള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അവർക്ക് തരീഖത്തുമില്ല, ശരീഅത്തുമില്ല, ഒരു ഇതേമാതിരി രണ്ടിലും കെട്ട കോലത്തിന് അങ്ങനെ പോകും. അതുണ്ടാകും. ദീനിൻ്റെ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത്
അല്ലെങ്കിൽ നമ്മളുടെ അഡ്രസ്സിൽ അത് വെച്ച് ചൂഷണം ചെയ്യുന്ന സമയത്ത് ഞങ്ങളതിൻ്റെ ആളുകളല്ല, ഞങ്ങളതിലില്ല എന്ന് പറയൽ നമുക്ക് അത്യാവശ്യമാണ്. അവിടെ ആർക്കതുകൊണ്ട് മുറിവ് പറ്റുന്നു, ആർക്കത് പ്രതികൂലമായി ഭവിക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഓപ്പണായിട്ട് പരിപാടി ഇപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പണായിട്ട് പരിപാടി വെക്കണം എന്ന് വെച്ചാൽ വളാഞ്ചേരിക്കാർക്ക് മൊത്തം അറിയണം ഈ മൂല്യരും ഒപ്പമുള്ള ആൾക്കാരും അംസസ്താദും അതുപോലെ നമ്മുടെ എസ് എ പോലത്തെ ഇവരൊന്നും ഇവരൊപ്പമില്ല എന്ന് മനസ്സിലായി. അത് അവർ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ റഹ്മത്തുള്ളാഹി പറയുന്ന കുറച്ച് ആൾക്കാരും അങ്ങനെയൊക്കെ കൂടി കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പറയാൻ പറ്റുമോ, എങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. കുറേയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാലും അവസാനം നന്നാകാനൊക്കെ ഇഷ്ടമായിരുന്നു. കാരണം വിവരമുള്ള ആൾക്കാർ എപ്പോഴേലും നന്നായി കിട്ടാൻ അവർക്ക് ചെറിയൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രസംഗം മാത്രം ഒന്നെടുത്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ ആദ്യം ശേഖനം മറഞ്ഞു എന്ന് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, പിന്നെ മറഞ്ഞിട്ടില്ല മാറി നിന്നു പറഞ്ഞു. ആദ്യം മയ്യത്ത് നിസ്കരിച്ച് ചെയ്തു, പിന്നെ മറഞ്ഞു എന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും പറഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്തിട്ടുകളെ പറ്റി ഇങ്ങനെ കുറേ അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിൽ ഈ പ്രധാനികളെ ഒന്ന് പിടിച്ചെങ്കിലേ കാര്യം മനസ്സിലാവുള്ളൂ. മറ്റിപ്പോൾ അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ആശയം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഇസ്മായിൽ മുസ്ലിയാരോ അല്ലെങ്കിൽ ഹസനി ഒന്നുമല്ല. ഞാൻ അവരൊന്നും പേരെടുത്ത് പരാമർശിച്ച് ഉദ്ദേശിച്ചില്ല, പക്ഷേ ഗതി കേട്ടിട്ട് ഞാൻ പറയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് ഇതിൽ മൂത്തതാ മൗലു, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനെപ്പറ്റി അവർ ആദ്യം കൊടുത്ത ഖലീഫ വളാഞ്ചേരിക്ക് നടക്കുന്ന ഖലീഫ എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ അങ്ങനെ കൂടുതൽ മുഷഹിസാത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ അവസാനം മനസ്സിലാക്കാതെ ഇന്ന ആൾ തന്നെയാണ് ഇതല്ല ഈ പറഞ്ഞ ഈ സാധുക്കൾ ഇവർ മാത്രമേ പേരുള്ളൂ. അപ്പോൾ അവർക്ക് അവരുള്ള വിവരമൊക്കെ പൊയ്ക്കുക. അവർ പഠിച്ചു വെച്ച വിവരങ്ങളൊക്കെ പൊയ്ക്കുകയാണ്. അപ്പോൾ അവർക്ക് വിവരം പറഞ്ഞു കൊടുക്കണ ആരാ? ഈ പറഞ്ഞ കമ്പ്യൂട്ടറിൽ പണിയെടുക്കണം അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചെക്കന്മാരാണ് ഇവർക്ക് അങ്ങോട്ട് വിവരം പറഞ്ഞു കൊടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത്. കാരണം ഇവർ അവസാനം പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇവരിപ്പോൾ ആദ്യം മയ്യത്ത് നേരം പോലെ സ്കെച്ചുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ മറ്റൊരു മരിച്ചിട്ടില്ല പോലും അത് ദുബ ചെയ്തിട്ടുണ്ടാവും. എന്നമാതിരി ഓരോ കാര്യം ഇവിടുന്ന് അങ്ങോട്ട് വാല് തലിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ടീമിൻ്റെ അടുത്ത് സംഭവിക്കണം. നിങ്ങൾ നേരെ നോക്കി. ഈ നായിബ് കുത്തുബുസ്സമാൻ എന്ന് പറയുന്ന ഈ ഒരു പേര് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? അത് ഇസ്മായിൽ മുസ്ലിയാർ ഒന്നല്ല, ഇവിടുത്തെ ആരുമല്ല. അത് ഗൾഫിൽ നിന്ന് ഏതോ ചെക്കന്മാർ ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് അവർ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ നായിബ് കുത്തുബുസ്സമാൻ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഇവർ നേതാക്കളും തുടങ്ങി ആ നായിബ് കുത്തുബുസ്സമാൻ നായിബ് കുത്തുബുസ്സമാൻ അങ്ങനെ പറച്ചിൽ തുടങ്ങി. അങ്ങനെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഡോക്ടറും എൻജിനീയറും മറ്റെന്തൊക്കെ കുറേ കൂട്ടി വെച്ച് ഷെയ്ഖുനാക്ക് ഉണ്ടായിരുന്ന പേരിൻ്റെ 10 ഇരട്ടിയൊക്കെ നീളത്തിലാക്കി വെച്ചു. അപ്പോൾ ഈ സാധുക്കൾ അത് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഒടും അവസാനം ഇതുവരെ എന്തൊക്കെ വേറെ ഓരോന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുക്കന്മാർ താഴത്തുനിന്ന് പറയൽ തുടങ്ങിയപ്പോൾ ഇസ്മായിൽ മുസ്ലിയാരും എന്ത് ചെയ്തു? അല്ലാഹു സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ സാധുക്കൾ പഠിച്ച വിവരമൊക്കെ പോയി. അവരുടെ വിവരത്തിന് ഇപ്പോൾ യാതൊരു ബർക്കത്തുമില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഈ പോക്ക് പേച്ച പോക്കായതുകൊണ്ട് അവർ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും വേണ്ടി തരീഖത്തിൽ പങ്കെടുത്ത ആളുകളും തരീഖത്ത് പ്രബോധകരുമാണെങ്കിൽ അവർ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ മാറി നിൽക്കേണ്ട ആളുകളാണ്. ആ സമയത്ത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ മറ്റെന്തെങ്കിലും പരിഗണന വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടുമ്പോൾ ഈ ഇൽമ് അതിൻ്റെ ബർക്കത്ത് നഷ്ടപ്പോകുമെന്ന് മഹാനായ ഗൗസുൽ ഖദ്ദസല്ലാഹു ഇതൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഞാൻ ഇബാറത്തുകളൊന്നും വായിക്കാൻ എനിക്ക് സമയമില്ല, വേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ വായിച്ചു തരാം. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ടീമിനേറ്റ് എന്തിനാണിപ്പോൾ ഇവരേറ്റ് വിട്ടു നിന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമായും ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും മൂല്യങ്ങളിൽ നിന്ന്
അവർ വ്യതിചലിച്ച് പോകുകയാണെന്ന് കണ്ടപ്പോൾ ആ പ്രഥമ സമയത്ത് തന്നെ നാം എന്ത് ചെയ്തു? വിയോജിപ്പ് കാണിച്ചു മാറി നിന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി. നമ്മളുടെ ഫദ്ലുൽ ഫൈസിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം കൂടിയോണ്ട് നിങ്ങൾക്ക് അബ്ബാസ് ഫൈസിന് തല്ലണ കണ്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ആ മാറി നിന്നതിൻ്റെ ബർക്കത്താണത്. മഹാനവറുകളുള്ള സമയത്തിന് മൂപ്പര് പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളതാണ് പോകുന്നത്. ഷെയ്ഖുന പറഞ്ഞു, ലോകത്തൊരു നിലാവേ ഉള്ളൂ. ഇയാൾ പറഞ്ഞാൽ കേൾക്കണില്ല. ലോകത്ത് നിലാവേ ഉള്ളൂ എന്ന് ഷെയ്ഖുന പറഞ്ഞപ്പോൾ ഞാൻ 2 നിലാവ് ഉണ്ടെന്നോ അല്ലെങ്കിൽ 10 ഉണ്ടോയെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനും ഒരു നിലാവേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലോകത്തൊരു നിലാവ് തന്നെ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഇവിടെ ഇരിക്കണം, ആർക്കെങ്കിലും സംശയം ഉണ്ട് അക്കാര്യത്തിൽ? ഷെയ്ഖുന പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പം എന്താ പ്രശ്നമുള്ളത്? പിന്നെന്താ? എവിടെയും കാണാതെ നിലാവ് ലോകത്ത് എവിടെയും കാണുന്നതിൻ്റെ മുമ്പ് തന്നെ പെരുന്നാളാക്കുക എന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞിട്ടാണ്? ഈ 2019 മഹാനവറുകൾ പിന്നെ വഫാത്തായതിൻ്റെ ശേഷം നടന്ന ആദ്യത്തെ ആ നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ. ആ പെരുന്നാൾ നടന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയും? ആ പെരുന്നാൾ പ്രഖ്യാപിച്ചത് 7 മണിക്കാണ് പ്രഖ്യാപിച്ചത്. നമ്മളൊക്കെ പിന്നെ അവർ പറഞ്ഞതിന് പിറ്റേ ദിവസം നടത്തിയതാന്ന് പോയി. നടത്തിയ ദിവസം എന്ന് വെച്ചാൽ പിന്നെ റമദാൻ 29-ൻ്റെ അന്ന് എല്ലാവരും നോമ്പ് തുറന്ന പാട് 7 മണിക്ക് തന്നെ എന്ത് ചെയ്തു? തക്ബീർ ചൊല്ലി. അതൊക്കെ എല്ലാവരും വാട്സപ്പിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം പ്രചരിച്ചു. തക്ബീർ ചൊല്ലി പെരുന്നാളാക്കി പിറ്റേ ദിവസം. അപ്പം നോക്കുമ്പോൾ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. ലോകത്ത് എവിടെയെങ്കിലും കണ്ട പിന്നെ സ്വീകരിക്കണമെന്നല്ലേ മഹാൻ പറഞ്ഞത്. പക്ഷേ ആ നോമ്പ് 29-ന് എവിടെ കണ്ടത്? അന്ന് ഇസ്മായിൽ മുസ്ലിം എനിക്ക് വിളിച്ചു, എന്താ ഉസ്താദ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല, നാട്ടിൽ മാസം കണ്ടപ്പോൾ നോക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി 10:30ക്കാണ് എന്ത് ചെയ്യണത്? സൗദിയിൽ മാസം കാണുന്നത് 10:30. അപ്പോൾ പിന്നെ ഇതാദ്യം ഇവർ പിന്നെ ചന്ത്യകല ആദ്യം കഴിഞ്ഞു, പിന്നെ തുറന്ന് പോകാന്ന് പറഞ്ഞ മാതിരി ആദ്യത്തെ പരിപാടി എന്താ? പ്രഖ്യാപിക്കൽ ആദ്യം കഴിഞ്ഞു. ഇങ്ങോട്ട് പിന്നെ നിൽക്കുന്ന സമയത്ത് 10:30 മാസം കണ്ടു. ഇതല്ലേ ഇപ്പോൾ ആദ്യം സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പിന്നെ ഷെയ്ഖുനെ പറഞ്ഞതും വിട്ട് അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ് പരിപാടി. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും എങ്ങനെ പോകുന്നു അതിനെ നേരെ എതിര് ചെയ്യാൻ. നാട്ടുകാർക്കൊക്കെ പിന്നെ ഞായറാഴ്ച പെരുന്നാൾ വെച്ചാൽ നമുക്ക് എന്തായാലും ശനിയാഴ്ച പറ്റുള്ളൂ തീരുമാനിച്ചാൽ പിന്നെ അതിനനുസരിച്ച് അങ്ങനെ പോകുക എന്നുള്ളതാണ്. അവിടെ ഷെയ്ഖിൻ്റെ പറച്ചിലോ ഒന്നല്ല യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. ഇതതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ തുടങ്ങി. ആ റജബ് മാസം അതുപോലെ തന്നെ ശഅബാ മാസം ഇതൊക്കെ പിന്നെ മാസം കാണലൊന്നുമല്ല, അവരാണ് പറച്ചില്ല തലേ ദിവസം തന്നെ. അപ്പോൾ അതിനെപ്പറ്റി ഇരുന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവിടുന്ന് പറഞ്ഞാൽ എന്താ, മഹാനവറുകൾ വന്ന് പിന്നെ തലേ ദിവസം വന്ന് പറഞ്ഞാൽ നാളെ പിന്നെ മാസം ഒന്നാണെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകൾ വഫാത്തയക്കണം, അപ്പോൾ അന്ന് പോലും വഫാത്തയക്കുന്നത് പറഞ്ഞ നേരാണ്. പിന്നെ നാളെ മാസം ഒന്നാണെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മഹാനവറുകളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പോലും സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, സ്വപ്നത്തിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയാണ്, അല്ലയോ പിന്നെ നാളെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം സ്വീകാര്യമല്ല എന്നാണ് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ തീർപ്പ്. അതാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹുൽ മുഹദ്ദബിലും അതുപോലെയുള്ള മഹാന്മാരൊക്കെയും പറഞ്ഞ കാര്യമാണെന്ത്, ഈ മനാമിന് അതേ സ്ഥാനമുള്ളൂ, ഓരോരുത്തർക്കും തോന്നിയ മാതിരി. മറ്റത് നേർക്കുന്ന ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ ഇതേപോലെ തന്നെ ഒരു നോമ്പ് മാസം റമദാൻ 1 മാസം എവിടെയും കണ്ടിട്ടില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിരിവർഗക്കാരനായിട്ടുള്ള മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു അറാബിയായ ഒരാൾ വന്നുകൊണ്ട് ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ
അള്ളാഹു ഒരുവനാണെന്നും ഞാൻ അള്ളാഹ് റസൂലാണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ സാക്ഷ്യം വഹിക്കുന്ന ആളാണോ ചോദിച്ചാൽ അതേ ഇതാണ്. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ഓർഡർ ചെയ്തു, നാളെ നോമ്പാക്കിക്കൊള്ളിയെന്ന്. ഒരാൾ മാസം കണ്ടിട്ടുണ്ട്, നോമ്പിനത് മതി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനോട് ഓരോ മാസം വന്നിട്ട് ആദ്യം തന്നെ വന്ന് സലാം പറയലും, ഈ മാസം എന്നിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിവരം കൊടുക്കുന്നൊക്കെ നമ്മൾ വ്യക്തിയല്ലെന്നൊക്കെ ഏത് മാസം, അറബി മാസമാണെങ്കിൽ റമദാൻ വരും, അതുപോലെ തന്നെ കഴിഞ്ഞാൽ ഷവ്വാൽ വരും, വന്നിട്ട് എന്ത് പറയും, എൻ്റെ ഈ ഒരു മാസത്തിൽ ഇന്നതാ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹിനോട് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനടക്കം ഈ എല്ലാ പവറും കിട്ടുന്ന മഹാനായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ ഏറ്റവും മേലുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഈ അറാബിയാവുന്നൊരു സഹാബി വന്ന് ഈ മാസം കണ്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ച് ഷഹാദത്ത് മുസ്ലിമാണോ എന്ന് അന്വേഷിച്ചു, ആണെന്ന് പറഞ്ഞപ്പോൾ ആ സാക്ഷ്യത്വം സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയില്ലേ നാളെ നോമ്പൊന്നാണെന്ന്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയണം, അങ്ങനെ ഈ നോമ്പ് മാസം ഉറപ്പിക്കുന്നതിലൊന്നും മനാമിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങി മനാമിലുള്ള അത് തുടങ്ങി അവസാനം ഈ ചെറിയ പെരുന്നാളായ സമയത്ത് വീണ്ടും തന്നെ അത് ആരൊക്കെ പറഞ്ഞു, പാപ്പാരോ കണ്ണിമ്പി പറഞ്ഞു നാളെ പെരുന്നാളെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ശൈലി യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും അത് യോജിക്കാൻ കഴിയില്ല. അതങ്ങനെ തുടർന്നു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് നമ്മളവിടെ നിന്ന് ആ സമയത്ത് തന്നെ അവരായിട്ട് നമ്മൾ വിയോജിച്ചു, ഇത് നടക്കില്ല. പിന്നെ അതിൻ്റെ ശേഷം മുഴുവൻ മനാമല്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ കഥകളൊക്കെ പിന്നെ ഉണ്ടായതല്ലേ, ഒക്കെ മനാമ, മുഴുവൻ മനാമിലാണ്, നിക്കാഹ് മനാമിൽ, അങ്ങനെ തുടങ്ങിയിട്ട് മൊത്തം മനാമ. അപ്പം ഇങ്ങനെ ആ സമയത്ത് തന്നെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അവിടെ ഇസ്മായിൽ മുസ്ലിം ഈ പെരുന്നാൾ ആടിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് വന്നു, ഉസ്താദ് എങ്ങനെ ഇക്കാനായിട്ട് അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ ശരിയാവില്ല, അത് കാരണം ഒന്നാണ് വന്നിട്ട് ഒന്ന് മുസാഫത്ത് ചെയ്യണം, ഇങ്ങനെ ഈ ഒരു ചെറിയ വിഷമമുണ്ട് ഉസ്താദിനെ കാണാത്തത് കൊണ്ട് അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെരുന്നാൾ കൂടി എന്ത് കാട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങോട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ വാശി പിടിച്ചപ്പോൾ അവസാനം നമ്മൾ റഫീഖാജി അദ്ദേഹം പറഞ്ഞു, അവിടെ അനീഫാജിയൊക്കെ ഉണ്ടെന്ന്. അനീഫാജിയും ഇസ്മായിൽ മുസ്ലിം റഫീഖാജിയും കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു, ഉസ്താദ് ഇപ്പോൾ ഒന്ന് വന്നിട്ടൊരു സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ ആ മഞ്ഞൊരുകും, പിന്നെ അവിടുത്തെ രാജാവ് ഉസ്താദ് തന്നെ ആയിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് രാജാവിൻ്റെ സ്ഥാനം തന്നതാണ്. ഇപ്പം ഇങ്ങനെ പോന്നാൽ മതി, രാത്രി 12 മണിക്ക് വീട്ടിലെത്തിച്ചേരാം, എന്നിട്ട് വന്നിട്ടൊന്ന് മുസാഫത്ത് ചെയ്താൽ മതി. എന്ത് തോന്നിയാസങ്ങൾ കാട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ അപ്പാ സാമി എന്നൊരു കൂടണമെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു, എനിക്ക് രാജാവിൻ്റെ സ്ഥാനമൊന്നും വേണ്ട, അപ്പോൾ നടക്കില്ല. നിങ്ങളിപ്പോൾ പോയിക്കൂടി എന്നാണ്. നിങ്ങൾ അനീഫാജിനോട് ചോദിച്ചു നോക്കി, അദ്ദേഹം പറഞ്ഞു, നോമ്പർക്ക് അറിയാലോ. വീണ്ടും ഇസ്മായിൽ മുസ്ലിമിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ അങ്ങനെ കൂടുതൽ പറഞ്ഞുണ്ടാക്കില്ല. എന്താ പറഞ്ഞത്, ഉസ്താദ് വിചാരിച്ചമായില്ല, 300ഓളം ചെറുപ്പക്കാർ, നമ്മൾ പറഞ്ഞു അശ്വാരൂഢരായ നന്നായി, ഈ ഫേസ്ബുക്കാരൂഢരായിട്ടുള്ള സോഷ്യൽ മീഡിയക്കാരായിട്ടുള്ള, പിന്നെ കുറച്ചെണ്ണം അവിടെ സ്വന്തം അവിടെ ഉണ്ടാവും, ഇങ്ങനെ 100-300ഓളം ചെറുപ്പക്കാർ, അവരെയൊന്നും നമുക്ക് അവരെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഉസ്താദേന്ന്. ഇനി വാക്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ദീനിൻ്റെ മൂല്യങ്ങൾ ചവിട്ടിമതിക്കപ്പെട്ടിട്ട് കാണുന്ന സമയത്ത്, ശരിയല്ലാത്ത കാര്യം കാണുന്ന സമയത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ. അതിനെ ഒപ്പിച്ച് നിൽക്കുക എന്നുള്ളത് അത് ദുന്യാവിനെ പ്രേമിക്കലാണ്, പാടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷമുള്ള സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞ് ഒരുപാട് പറയാനുണ്ട്, ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. അതൊന്നും കൂടുതൽ ഞാൻ പറയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ വ്യതിയാനം കണ്ട സമയത്ത് തന്നെ നമ്മൾ മാറി നിന്ന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്ത് നമ്മുടെ ബുദ്ധിക്ക് കേടുവരാതെ അങ്ങനെ പോന്നിട്ടുണ്ട്. തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ മഹാനവറുകളുടെയും മഹാന്മാരായ മശായിഖന്മാരുടെയും ബറക്കത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ, നേരായ മാർഗത്തിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് കണിശതയുള്ള ആളാണ് ഞാൻ. എന്നുവെച്ചാൽ ഒരിക്കലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിയായിട്ട് പോകാൻ പറ്റില്ല. ഏത് സമയത്തും ആ റുഷ്ദിൻ്റെ മാർഗം, നേരായ മാർഗത്തിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പിന്നെ പൂർണ്ണമായ ശരീഅത്ത്, അതിലാണ് ഞാനുള്ളത്. അല്ലാതെ ഈ വളഞ്ഞു തിരിഞ്ഞറിയ ശരീഅത്തോ അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മളെ സൗകര്യാർത്ഥം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയതോ അങ്ങനത്തെ ശരീഅത്തിലല്ല ഞാനുള്ളത്. ഞാൻ പൂർണ്ണമായ ശരീഅത്താണ്. പൂർണ്ണമായ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, എൻ്റെ ത്വരീഖത്ത് 4 മദ്ഹബിലും അംഗീകരിക്കപ്പെട്ട ത്വരീഖത്താണെന്നും ഈ ത്വരീഖത്തിൽ ശരീഅത്തനുസരിച്ച് ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് മുറുകെ പിടിച്ച് ജീവിക്കണമെന്നുണ്ട് നമുക്ക് ഖിലാഫത്തും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ശരീഅത്തിന് ഏതെങ്കിലും ആളുകൾ, എവിടെയെങ്കിലും മുൻഗാമികളോ ആരെങ്കിലും മഹാന്മാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ കിതാബ് നോക്കിയിട്ട് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, അങ്ങനെ 360 ശരീഅത്തുണ്ട് എന്നൊന്നും പറയൽ നമുക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ പ്രവർത്തന രംഗത്താണ്, നമ്മളൊപ്പം ആളുകളുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് മുജ്തഹിദായ പണ്ഡിതനല്ല എങ്കിൽ അദ്ദേഹത്തിന് 4 മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. 4 ജീവിതാവസാനം വരെ ഒരു മദ്ഹബ് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ അതൊക്കെ കൂടി ഇങ്ങനെ ഒരു ഔലുങ്കഞ്ഞി വെക്കാൻ പാടില്ല. കുറച്ച് തിന്നും കുറച്ച് എന്നൊക്കെ എടുത്തിട്ട് ആര് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരെന്നാണ് പറയുന്നത്, അങ്ങനത്തെ ഒരു ഇത് പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ നിലക്കുള്ള പൂർണ്ണമായ ശരീഅത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളുണ്ട്. പിന്നെ ഈ ശരീഅത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ത്വരീഖത്തിൻ്റെ ആവശ്യം എന്താണ്? ത്വരീഖത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് അവൻ്റെ ഈമാൻ, അവൻ്റെ കൽബിൽ മഹബത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റബ്ബിനോട് മഹബത്ത് കിട്ടണം, അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് കിട്ടണം. ഇതാണ് ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആവശ്യം. അപ്പോൾ ഈ മഹബത്ത് ഇല്ലാതെ കണ്ട്, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാതെ കണ്ട് നമ്മളിങ്ങനെ വെറും ഒരു ചടങ്ങുകളായിട്ടാണ് നിസ്കാരം, നോമ്പും, അതുപോലെ നമ്മളുടെ സക്കാത്താവട്ടെ, പുണ്യകർമ്മങ്ങളാവട്ടെ, സദക്കാവട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാവട്ടെ, എന്ത് ചെയ്താലും അതൊക്കെ ഒരു ചടങ്ങായിട്ട് മാത്രമേ മാറുള്ളൂ. അത് ഇബാദത്തായിട്ട് മാറില്ല എന്ന് മനസ്സിലാക്കണം. ഇബാദത്താവണമെങ്കിൽ ശരിക്കും കൽബിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് വേണം. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം എന്തൊരു കാര്യവും ചെയ്യേണ്ടത്. അത് ത്വരീഖത്തിലൂടെയാണ് അത് നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് മഹാന്മാരായ മുൻഗാമികളൊക്കെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആദാത്ത് വേറെ, ഇബാദാത്ത് വേറെ. ആദാത്തും ഇബാദാത്തും തമ്മിലൊരു പുള്ളിയുടെ വ്യത്യാസമാണ്, ഒരു പോയിൻ്റാണുള്ളത്. ആദാത്ത് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ. നമ്മൾ സാധാരണ കാരണന്മാരായിട്ട് രാവിലെ സുബഹിക്ക് നിസ്കരിച്ചിരുന്നു, നീച്ചിരുന്നു, നിസ്കരിച്ചിരുന്നു, നമ്മൾ നിസ്കരിക്കുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് കാലിച്ചായ കുടിച്ചിരുന്നു, നമ്മളൊരു കാലിച്ചായ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചെലി പെറുക്കി കുത്തിരുന്നു, നമ്മൾ ചെലി പെറുക്കി കുത്തിരിക്കുക. പിന്നെ ഉച്ചയായി കഴിഞ്ഞാൽ അവർ നിസ്കരിച്ചിരുന്നു, പിന്നെ രാത്രി ആകുമ്പോൾ ചെല്ലി കടന്നിരുന്നു എന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്താൽ പറ്റുമോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഏത് കാര്യങ്ങളായിരുന്നാലും ശരി, അതിലൊക്കെ ഇഖ്ലാസ് വേണം. റബ്ബിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അത് ആ സ്നേഹവും ഇഖ്ലാസും അത് കൽബിൻ്റെ പണിയാണ്. അപ്പോൾ കൽബിൽ ഈമാൻ ശക്തിപ്പെടുത്തുക, അങ്ങനെ ഇഖ്ലാസ് ഉണ്ടാക്കി തീർക്കുക, അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടാക്കി തീർക്കുക. ഇവിടെയാണ് ത്വരീഖത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ വെറും ശരീഅത്ത് മാത്രമായി കഴിഞ്ഞാൽ അത് വെറും ചടങ്ങ് കഴിച്ചിട്ട് അങ്ങനെ പോകലാവും. ഇതിലേക്ക് കഴിഞ്ഞാൽ ഈ മഹത്തായ ത്വരീഖത്തിൻ്റെ മാർഗത്തിലേക്ക്, അതിൻ്റെ ആദാബുകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഈമാൻ അത് കിട്ടാനുള്ള മാർഗമാണ്. ഇനി ഒരാൾക്ക് ത്വരീഖത്തിൽ അങ്ങേ അറ്റം പ്രവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മാരിഫത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഹക്കീക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നല്ല പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ത്വരീഖത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി ഈമാൻ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ
നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കാമിൽക്കൊന്നും എത്താൻ കഴിയൂല, പക്ഷെ അതിൻ്റെ അടുത്തേക്കൊക്കെ ചിലപ്പോൾ എത്താൻ കഴിയും. റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ എല്ലാ പദവികളും ചവിട്ടി വെച്ച എല്ലാ സ്ഥലങ്ങളും ചവിട്ടിയിട്ടുണ്ട്, പല അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നുബുവത്തിൻ്റെ മക്കാം അതൊരുപാട് അകലെയാണ്, അവിടേക്ക് എനിക്കോ മറ്റുള്ളവർക്കോ എത്തിപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഉന്നതമാണ്. അങ്ങനെയുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈമാൻ ശക്തിപ്പെടും തോറും അവിടുന്ന് നിസ്കാരം ശക്തിപ്പെട്ടിരുന്നു. എത്രത്തോളം രാത്രി നിസ്കരിച്ച് കാലിന് നീര് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് നീര് വന്ന് ക്ഷീണിച്ചിരുന്നു അല്ലേ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിരുന്നല്ലോ, നബിയെ അങ്ങക്ക് കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും വരാൻ പോകുന്നതൊക്കെ പുറത്തു നിന്നില്ല, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചിരുന്നില്ലേ? അപ്പം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അഫലാ അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ദാസനായി മാറണ്ടേ? അപ്പോൾ ത്വരീഖത്തിൻ്റെ മാർഗത്തിൽ എത്ര മുന്നോട്ട് പോയാലും ശരീഅത്ത് കറക്റ്റ് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ല ശരീഅത്ത് ഞാൻ അതിൽ വിട്ട് വെച്ചാൽ അവിടെ ഇല്ല. നമ്മളെ ശരീഅത്ത് മാതിരിയല്ല അവരെ ശരീഅത്ത് മാത്രം. നമ്മളെ ശരീഅത്ത് തന്നെ ഒരു ഓയന്ന ശരീഅത്താണ്, അവരെ ശരീഅത്ത് സ്ട്രോങ്ങായ ശരീഅത്താണ്. നമ്മളിപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൊബൈൽ ഇവിടെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ അത് കീസിൽ നിന്ന് എടുത്തിട്ട് ആരാ വിളിച്ചു നോക്കും, സൈലൻ്റ് ആക്കും, ഇവിടെ അങ്ങനെ തന്നെ കീസിലിടും. നമ്മൾ ചെയ്യും. ചിലപ്പം അതിൽ മെസ്സേജ് കൊടുക്കും, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് വിളിക്കുക എന്നുള്ള മെസ്സേജും കൊടുക്കും നമ്മൾ വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ നിസ്കാരം തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ സലാം വീട്ടിന് വരെ പ്രശ്നബഹുലമാണ്. നമ്മൾ ശരിക്കും സജീവമാണ്. എവിടെ നമ്മളെല്ലാ പരിപാടിയും ഒന്നും നമ്മൾ വിട്ടുക്കൂല. അതേസമയം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തരീഖത്ത് നോക്കണം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ആ തരീഖത്ത് പ്രവർത്തനം ശക്തിപ്പെട്ട് ആ ഹക്കീക്കത്തിൽ മാരിഫത്തിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയണത് എന്താ, വല്ല അമ്പ് തറച്ച സമയത്ത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നോക്കിക്കൊടുത്താൽ പിന്നെ ഞാനതറിയില്ല. അപ്പോൾ നിസ്കരിക്കാൻ നിന്ന സമയത്ത് അവിടുത്തെ അനുയായികൾ എന്ത് ചെയ്തു, ആ നിസ്കരിക്കണീൻ്റെ ഇടയിൽ അമ്പ് ഊരിക്കൊള്ളുന്നു. ഇങ്ങോട്ട് ചോദിച്ചു, എന്തിങ്ങളെ പണി, നിങ്ങളോടല്ലേ ഞാൻ അമ്പ് ഊരാൻ വേണ്ടി പറഞ്ഞു, ഊരിയിലേ ചോദിച്ചു. അത് ഞങ്ങൾ ഊരി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആര് അറിഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞത്. അപ്പോൾ ഈ ശരീഅത്തിൽ, പൂർണ്ണമായ ശരീഅത്തിൽ ആ ത്വരീഖത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ശരീഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ശരീഅത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയി മാറും. എന്തിനാണ് നിസ്കരിക്കുന്നത്, എന്താ നിസ്കരിക്കുന്നതിൻ്റെ ആവശ്യം എന്നൊക്കെ അപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യും, സ്ട്രോങ് ആകും. ഇതാണ് ത്വരീഖത്തിൽ സംഭവിക്കുന്നത്. അല്ല ത്വരീഖത്തിൽ ഒരിക്കലും കുറച്ചാൾ കഴിഞ്ഞാൽ എനിക്ക് ഒരു മക്കാമ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ജിബ്രീലൊക്കെ എൻ്റെ വലത്ത് ഭാഗത്തും ഇസ്രായേൽ അടുത്ത ഭാഗത്തൊക്കെ വന്ന് കുത്തിരിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞ് അങ്ങനെ പ്രത്യേകമായ മക്കാമൊന്നും ഉണ്ടാവില്ല. ആ മക്കാമൊക്കെ ഉണ്ടാകുമ്പോൾ ആട്ടി വിടുക. ആരാ? ഔസുല്ലാദും ഖദ്ദസല്ലാഹു വസ്സുൽ അസീസ്. അതിന് ഔസുല്ലാദും ഖദ്ദസല്ലാഹു വസ്സുൽ അസീസിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി വന്ന് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക. അബ്ദുൽ ഖാദിർ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസിനൊരു സിംഹാസനം വേറെ ഉണ്ട്, അള്ളാഹിൻ്റെ അർശ് വേറെ, അത് 7 ആകാശത്തിൻ്റെ ഒക്കെ മുകളിലാണ് അർശ്. പക്ഷെ ഇബ്ലീസിന് ഈ 1 ആകാശത്ത് തന്നെ ഒരു അർശുണ്ട്, ആകാശത്തിൻ്റെ അടിയിലാണ് അർശുള്ളത്. ആ അർശിൻ്റെ മുകളിൽ അവൻ ആസനസ്ഥനാവുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ വന്നുകൊണ്ടാണ് ഔസുല്ലാദും ഖദ്ദസല്ലാഹു വസ്സുൽ അസീസിനോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ റബ്ബാണ്, ഇനി മുതലാക്ക് ഹറാം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, ഒക്കെ ഹലാലാണ്, ഒക്കെ ഹലാലാക്കി. ഇക്കാക്കൊക്കെ ഹലാലാക്കി എന്ന് ആരോ പറഞ്ഞ എല്ലാം ഹലാലാക്കി കൊടുത്തു. അപ്പോൾ ഔസുല്ലാദും ഖദ്ദസല്ലാഹു വസ്സുൽ അസീസ് എന്ന് പറഞ്ഞു, ഉജ്നുബിനായ മലോൻ, ഓടാ ശപിക്കപ്പെട്ടവനെ, എനിക്ക് ഈ മക്കാമ് തരേ. എൻ്റെ ജദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു മക്കാമ് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കിട്ടണം? ഇത് ആട്ടി വിട്ടുന്നു. അതിൻ്റെ ശേഷം ഈ സംഭവം വിവരിച്ചപ്പോൾ മഹാനായ ഔസുല്ലാദും ഖദ്ദസല്ലാഹു വസ്സുൽ അസീസിൻ്റെ ശിഷ്യന്മാരായ ഖാദിരിയാക്കൾക്ക് തന്നെയാണ് ഈ ബോധം വേണ്ട. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഇൽമു കൊണ്ടാണ് രക്ഷപ്പെട്ടത്, വിവരമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു
എന്ന് മഹാനായ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു അസ്റഹുൽ അസീസ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിവരം എന്നുള്ളത് യഥാസമയം ഉപയോഗിക്കാനുള്ളതാണ്. അത് യഥാസമയം ഉപയോഗിക്കാതെ വല്ല പ്രലോഭനത്തിനോ അല്ലെങ്കിൽ പ്രകോപനത്തിനോ വശംവദനായി ആ ഇൽമോടെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഇൽമിന് എന്തുണ്ടാവില്ല, ബറക്കത്തുണ്ടാവില്ല, ആ ഇൽമു പ്രവർത്തിക്കൂല. അതാണ് ഈ സാധുവിനൊക്കെ കാണുന്നത്. കാരണം എന്താ, മറ്റുള്ള കുട്ടികൾ പറഞ്ഞു കൊടുക്കുക എവിടെ സ്വലാത്തില്ലുണ്ട്, ക്ലിപ്പൊന്നും ഇട്ട് കൊടുത്താൽ നേരെ ആ ക്ലിപ്പൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഇവ മാത്രം ലക്ഷ്യം വെച്ച് മാനവറുകളുടെ കൂടെ കൂടി വന്ദരായ നായിബ് ഖുത്ബി സമാൻ മാനവറുകളെ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി മാനവറുകളുടെ ആത്മീയമായി ആത്മാവിനെ സംസ്കരിക്കാൻ ഇന്ന് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. അത് ജീലാനി ഷരീഫിൽ ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബി സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ സല്ലി വസല്ലിം ബാരിക് അലൈഹി അലാ നബീനാ വസല്ലം മഹാനവർകളാണ്. ഇനി ബാക്കിയുള്ളവരൊന്നും പറഞ്ഞു കേൾക്കാന്ന് കണ്ട് ഇത് കേൾക്കുമ്പോൾ തോന്നി, നേരത്തെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇപ്പോൾ ഇടങ്ങറാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം നിങ്ങൾ അഹമ്മദ് ബാലി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇവർക്ക് ഒന്നും സംഭവിക്കണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരാ പറയണത് ശരിയല്ല എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, ആ പേര് പറഞ്ഞിട്ട് മൂപ്പരാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് സദസ്സെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി തുടങ്ങി. അപ്പോൾ കേട്ടപ്പോഴാണ് എന്ത് ചെയ്ത് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി വബാരിക്കൊക്കെ കൂട്ടി ഇതിൻ്റെയൊക്കെ മനസ്സിലായില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം തന്നെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കഥ. ഈ സ്വലാത്ത് സലാമ് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. അത് ഇസ്ലാമിൽ അതൊരു ഇബാദത്താണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ മലായികത്തു യുസല്ലൂന, മലക്കുകളും അള്ളാഹുവും മലക്കുകളും ചെയ്യുന്നൊരു പണിയാണെന്ത്, ഈ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. എന്നിട്ട് പറയും ആയ്യോല്ലതിന് ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ സ്വലാത്തും ചെല്ലണം സലാമും ചെല്ലണം, നന്നായിട്ട് ചെല്ലണം ആരും നബിതങ്ങളുടെ പേരിൽ എന്ന് പറയുമ്പോൾ ആ നബിതങ്ങൾക്കുള്ളൊരു പ്രത്യേക ആദരവായിട്ടല്ലേ ആ പറഞ്ഞ ആയത്തിൻ്റെ സൂചന. നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ തഫ്സീർ ഓതി നേരം കളയണമെന്ന് വേണ്ട. അല്ല, നേരം കളയണമെന്ന് പറഞ്ഞാൽ നേരെ ഒരുപാട് നിങ്ങൾ വെറുതെ കളഞ്ഞ് തഫ്സീർ വെച്ച് ഓതേണ്ടതായിരുന്നു. എന്താ പിന്നെ കുറച്ച് തോതാത്ത കേടനെ ഈ പറഞ്ഞതിനൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഒരു വാക്ക് എന്തിനാണ് പരിശുദ്ധ ഖുർആൻ മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അള്ളയും മലക്കുകളും ചെല്ലുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ സ്വലാത്തും സലാമും ചെല്ലുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിർബന്ധം കഴിക്കാൻ നമ്മൾ നിസ്കാരത്തിലും മറ്റൊക്കെ ചെയ്യുന്നുള്ളത്. പിന്നെ ആ കൂടുതൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1, 2, 10 ചെല്ലിയാൽ പോരാ, ചുരുങ്ങിയത് 300 ചെല്ലണമെന്ന് പറയുന്ന ആളുകളുണ്ട്, അതിലേറെ ചെല്ലുന്ന ആളുകളുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ, തങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മക്കാമാണത്, ഈ സ്വലാത്തും സലാമും ചെല്ലുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ ആദരിച്ചുകൊണ്ട് പറയാൻ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതാണ്. ഇപ്പം അതിൻ്റെ ഒപ്പം വെക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇയാളെ ആലോചിച്ച് നോക്കുകയാണ്, നബിതങ്ങളോട് ഒപ്പം വെക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ അവരെ കുട്ടികൾ, കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വിവരം കൊടുക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയക്കാർ അപ്പോൾ പരതിൽ തുടങ്ങി, അവർ സെർച്ച് ചെയ്ത് തുടങ്ങി, ഗൂഗിൾ സെർച്ച് ചെയ്ത് മറ്റിടത്തും സെർച്ച് ചെയ്ത്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിക്കണം എന്താ, സല്ലല്ലാഹു അലൈഹി യാ ഉമർ എന്ന് പറഞ്ഞിട്ടില്ലേ, ആര് അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി യാ ഉമർ എന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെ സക്കാത്ത് കൊണ്ടെടുത്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന്. അപ്പോൾ ഇത് തിരിയാത്ത ആളുകളാണോ മഹാന്മാരായ നമ്മളെ മുൻഗാമികളൊക്കെയും? ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്,
സ്വലാത്ത് സലാം ചെല്ലണിനെ പറ്റി പറഞ്ഞാൽ എന്താ, അത് കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത അല്ലെങ്കിൽ അമ്പിയാക്കളല്ലാത്ത മറ്റുള്ളവർക്ക് ചെല്ലുക എന്നുള്ളത് എന്താണ്, കറാഹത്താണ്. എന്തുകൊണ്ട്? ഫൈനു ഷിഹാറു അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തിന്റെ ആളുകളുടെ ഷിയാറാണ്, ബിദ്അത്തിന്റെ ആളുകളുടെ ഷിയാറാണ്. മാത്രമല്ല ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ ഒരു സല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ അതിന് തെറ്റ് പറഞ്ഞുകൂടാ. പക്ഷേ ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ട്, അയാൾ മഹത്വം ആരോപിച്ചുകൊണ്ട്, അയാൾ മഹാനാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരം വെക്കുന്നത് പോലെ സ്വലാത്തും സലാമും ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഖറാഅത്ത് മാത്രമല്ല, ഹറാമനായി മാറും. മനസ്സിലായോ? ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ കാണാം. ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ ആ കിതാബ് ഷിഫ ഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹക്കുകളെ പറ്റി പറയുന്ന കിതാബ് ഷിഫ എന്ന് പറയുന്ന കിതാബിൽ ഈ സ്വലാത്തും സലാമും ചെല്ലുന്നതിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ വായിച്ച സമയങ്ങളിലൊക്കെ അവർക്കും നമുക്കൊക്കെ തിരിയുന്നതാണ്. ഫഹു അംറുൻ ലം യകുൻ മഅറൂഫൻ ഫി സ്വദ്രിൽ അവ്വലി. ഇസ്ലാമിൻ്റെ ആദ്യകാലക്കാർ എന്ന് പറയുമ്പോൾ സഹാബകളിലോ താബീങ്ങളിലോ താബീങ്ങളിലോ ഇല്ലാത്തൊരു സ്വഭാവമാണത്. എന്ത്? സ്വലാത്ത് സലാമ് ചെല്ലുക എന്നുള്ളത്. കമാക്കാല അബൂ ഇമ്രാൻ ഫാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വഇന്നമാ അഹ്ദസഹു റാഫിദത്തു വൽ മുതശയ്യിഅത്തു ഫി ബഅദിൽ അഇമ്മത്തി, കിതാബ് ഷിഫയിൽ കാണാം. ഇത് റാഫിദിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ തന്നെ. ഷിയാക്കൾ പല സൈസുണ്ട്. കൂട്ടത്തിൽ ഒരു ടീമിന് എന്ത് പറയും? റാഫിദത്ത് എന്ന് പറയും. അപ്പോൾ റാഫിദത്തിന് ഷിയാക്കൾ പുതുതായി ചെയ്തൊരു പ്രവൃത്തിയാണ് ഫി ബഅദിൽ അഇമ്മത്തി. ഈ അഇമ്മത്തിൽ നിന്ന് അഹ്ലുബൈത്തിൽപ്പെട്ട ചില ആളുകളെ പറ്റി പറയുമ്പോൾ സ്വലാത്ത് സലാമ് ചെല്ലുക എന്നുള്ളത് ഷിയാക്കൾ പുതുതാക്കിണ്ടാക്കിയ പരിപാടിയാണ്. ഫശാറക്കൂഹും, അവര് ഈ ഇമാമിങ്ങളെ പങ്കുചേർത്തു. ഇന്ദ ദിക്രിലഹും, അവരെ പറയുന്ന സമയത്ത് പിന്നെ സ്വലാത്ത് കൊണ്ട് വസാവൂഹും ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെ ഈ അയിമത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമമാക്കി എന്നാ പറഞ്ഞത്. അവിടെ തന്നെ സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാമൻ സല്ലല്ലാഹു അലൈഹി, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് അഥവാ സല്ലല്ലാഹു പിന്നെ അല്ലാഹു സ്വല്ലി അലാ അബി വഫ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം മജ്റഹ മജ്റ ദുആ, അതൊരു ദുആയാണ്, അല്ലാതെ തഅദീം തൗഖീർ അവിടെ ഇല്ല എന്ന്. മാത്രമല്ല ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തജാലു ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ഹുജറാത്ത് സൂറത്തിൽ കാണാലോ, നിങ്ങൾ ഇന്ന് അങ്ങോട്ട് പരസ്പരം പിന്നെ വിളിക്കുന്ന പോലെ യാ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ യാ സയ്യിദ് യാ ബക്കർ എന്നൊക്കെ ഒന്ന് പറഞ്ഞവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനമില്ലാതെ വിളിച്ചുകൂടാ. പിന്നെ എങ്ങനെ വിളിക്കണം? യാ നബിയുള്ളാന്നോ യാ റസൂലുള്ളാഹ്, ഇങ്ങനെയൊക്കെ ബഹുമാനിച്ചാണ് നബി തങ്ങളെ വിളിക്കേണ്ടത് എന്നാണ് അതിൻ്റെ മാന. 2-3 സൈസ് ഉണ്ട് എങ്കിലും നമ്മളെ പഠിച്ചു വെച്ച മാന എന്താ? ലാ തജാലു ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്ത് വിളിക്കുന്ന പോലെ ഒരിക്കലും നബി തങ്ങളുടെ പേര് വിളിക്കാൻ പാടില്ല. അത് യാ റസൂലുള്ളാന്നോ യാ നബിയുള്ളാന്നോ യാ ഹബീബുള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനിച്ചിട്ടല്ല വിളിക്കാൻ പാടില്ല എന്നാണ് ആ ആയത്തിന്റെ താല്പര്യം. അവിടെ മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖദാലിക യജിബു അൻ യകൂന ദുആഉ ലഹു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരാൾ ദുആ ഇറക്കുകയാണ്, എന്നാൽ ആ ദുആയും എന്തായിരിക്കണം? മുഖാലിഫ ലി ദുആഇൻ നാസി ബഅദുഹും ലി ബഅദിൻ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ദ്വാർന്നു കൊടുക്കണ മാതിരി ആവാൻ പാടില്ല. അപ്പോൾ ഒരാൾക്ക് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാർക്കുമ്പോൾ പല നിലക്കും ദ്വാർന്നു കൊടുക്കും. അന്ന് മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാർക്കാൻ പാടില്ല. അത് ആ ദ്വാക്കുള്ളതാണ് എന്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവരെ വിവരത്തിൻ്റെ കാര്യമാണ് ഒന്ന്. പിന്നെ ഈ സ്വലാത്ത്, അതുപോലെ തന്നെ സലാം ചെല്ലുക,
അമ്പിയാക്കളല്ലാത്തവരുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലുക എന്ന് പറഞ്ഞ ഷിയാക്കളുടെ പതിവാണ്, ബിദഅത്തിന്റെ അഹ്ലുകാരുടെ പതിവാണെന്ന് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി തന്റെ അദ്കാറിലും ഒക്കെ പറഞ്ഞു. അത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഇവർ ഈ സോഷ്യൽ മീഡിയ മൊത്തങ്ങൾ പരിശോധിച്ച് നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ ഒരു അവതാര സിദ്ധാന്തമാണ്. നിങ്ങൾ വിചാരിച്ച മാതിരി കുട്ടികളാണ് ഇപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്തതെങ്കിൽ കുട്ടികളെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അവതാര സിദ്ധാന്തം എന്താ, പിന്നെ അപ്പോഴാണ് ഉസ്താദിന് ഓർമ്മ വരുന്ന ശരി തന്നെ. അപ്പോൾ മുമ്പ് സ്വലാത്തും സലാമും ചൊല്ലി കൊടുത്തത് അതിനാണ്. മുമ്പ് പഠിച്ചു വെച്ചൊക്കെ മറന്നു പോയതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ അവതാര സിദ്ധാന്തം? അത് മൊത്തത്തിൽ ഇവർ പറയണെന്ന് വെച്ചാൽ മുഹമ്മദീയ നൂറ്, അത് നോക്കി അങ്ങ് കാണും. മുഹമ്മദീയ നൂറ്, ആ നൂറിങ്ങനെ കൈമാറി കൈമാറി കൈമാറി, ശരിക്കും ഞാൻ പറഞ്ഞ നേരെ ശ്രദ്ധിച്ചോളി. മുഹമ്മദീയ നൂറിങ്ങനെ കൈമാറി 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 ഇങ്ങനെ വന്ന് നമ്മളുണ്ടല്ല റിലേ ഓട്ടം ഓടൂലേ നമ്മൾ, മറ്റേ എന്താ ഒളിമ്പിക്സിലൊക്കെ മറ്റെന്താണ് പന്തം പിടിച്ചിട്ടൊക്കെ ഉള്ളൊരു പോക്കില്ലേ, ദീപശിഖ, അതിങ്ങനെ പിടിച്ചിങ്ങനെ പോണമാതിരി ഇങ്ങനെ നമ്മൾ ആ ഔലിയാക്കന്മാരിങ്ങനെ ഓടിങ്ങനെ വന്നിട്ട് അതിൻ്റെ മുഹമ്മദീയ നൂറിൻ്റെ സമകാലിക നായകരായിട്ടുള്ള ഒന്ന്, അല്ലെങ്കിൽ സമകാലിക വാഹകരായിട്ടുള്ള ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ മുഹമ്മദീയ നൂറിൻ്റെ ഇങ്ങോട്ട് കൈമാറി 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 ഇപ്പം ഇങ്ങോട്ട് എത്തി. അതിൻ്റെ സമകാലിക വാഹകരാണെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഇപ്പം എന്താ പറയേണ്ടത്? പിന്നെ അവിടെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി തന്നെ പറയേണ്ടത്. കാരണം ആ നൂറ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കല്ലേ, പിന്നെന്താ അവിടെ പറയാം? ഇതാണ് ഒരു അവതാര സിദ്ധാന്തം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ആത്മാവിന് പിന്നെ റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവ്വലു മാ ഖലഖല്ലാഹു റൂഹി എന്ന് പറഞ്ഞു, ആദ്യം എൻ്റെ റൂഹിനെ പടച്ചു എന്ന് പറഞ്ഞു. അവിടെ തന്നെ അവ്വലു മാ ഖലഖല്ലാഹു നൂരി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൂഹിനെ പറ്റി നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. ആ ആയത്തിന്റെ തഫ്സീർ കാണാം. മഹാനായ ഔസുലാദും ഖദ്ദസുല്ലാഹു തന്റെ സിറുൽ അസ്റാറിൽ ഈ ആയത്ത് ഇങ്ങനെ ആ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ നൂറ് എന്ന് പറഞ്ഞാൽ അതാരാണ്? ഹഖീഖത്ത് മുഹമ്മദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവാണ് ആ നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നബി തങ്ങളെ പറ്റി നൂറ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നൂറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, അത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ നിങ്ങളുടെ ഫ്രെയിം മാറി, ഫ്രെയിം ഉപയോഗം ഇപ്പൊ പുതിയ ഫ്രെയിമിലാണ്. അങ്ങനെ പുതിയ ഫ്രെയിമാണ് ഈ ഫ്രെയിം ഇങ്ങനെ മാറുക. ഈ ഹൈവുലാ സൂറത്തിനെ പറ്റി നമ്മൾ കിതാബിലൊക്കെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഓരോ കോലം മാറുക. സാധനം എപ്പോഴും ഒന്നാണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഹാനിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, ആ നൂറ് വന്നിട്ട് ഇറങ്ങി പോകുന്നൊക്കെ അപ്പോൾ പുതിയ ഫ്രെയിമിലാന്ന് പറയുമ്പോൾ പിന്നെ അതിന് സ്വലാത്തും സലാമും ചെല്ലണം. അതാണ് അവതാര സിദ്ധാന്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ നൂറ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ സന്നിവേശിക്കണമെന്നില്ല. അതൊക്കെ പേച്ച വിശ്വാസങ്ങളാണ്. പിന്നെ നബിതങ്ങളിൽ നിന്ന് നമുക്ക് പ്രകാശം കിട്ടും. മോമിനിങ്ങൾക്ക് പ്രകാശം വേറുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ മോമിനിങ്ങൾക്കൊരു പ്രകാശം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളോടൊപ്പം വിശ്വസിച്ച ആളുകളെയും അല്ലാഹു ഒരിക്കലും നിന്ദ്യരാക്കുകയില്ല. അങ്ങനത്തെ ദിവസമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആ മോമിനിങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള വിശേഷണം പറഞ്ഞു. എന്ന് നൂറുഹും, അവർക്കുള്ള പ്രകാശം യസ്താബൈനൈദീമാരെ മുമ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ പ്രകാശത്തിലാണ് അവർ നടന്നു നീങ്ങുക എന്ന് പറഞ്ഞു. അപ്പൊ ആ നൂറ് എന്ന് പറഞ്ഞാൽ അവരെ തടിയുടെ ഉള്ളിലാന്നൊന്നും പറഞ്ഞിട്ടില്ല. നൂറുഹും യസ്താബൈനൈദീഹിം. ആ നൂറിനെ പറ്റി മഹാനായ ഔസുല്ലാദും ഖദ്ദസുല്ലാഹു സ്വല്ലല്ലാഹു പറഞ്ഞു, അല്ലദീ ഇഖ്തബസൂഹു മിൻ മിസ്കാത്തിൻ നുബുവത്തിൽ മുസ്തഫവിയ്യ. ആ നൂറ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? തഫ്സീർ ജീലാനി ഔസുല്ലാദും ഖദ്ദസുല്ലാഹു സ്വല്ലല്ലാഹു തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ ഇവിടെ തന്നെ പറയുന്നത് കാണാം, അല്ലദീ എങ്ങനത്തെ നൂറാണ്? ഇഖ്തബസൂഹു, അതിനവര് കൊളുത്തിയെടുത്തിട്ടുണ്ട്. എവിടുന്ന്?
മിൻ മിസ്കാത്തിൻ നുബുവത്തിൽ മുസ്തഫവിയ, ആ പ്രവാചകത്വത്തിന്റെ വെളിപ്പഴുതിൽ നിന്ന്, പ്രവാചകത്വത്തിന്റെ വെളിപ്പോത്ത് എന്നറിയില്ലേ, അതിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചതാണല്ലോ ആ വിളക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിക മിസ്കാത്തിൻ, ആ നൂറ് അത് മിസ്കാത്ത് പോലെയാണ് എന്ന് പറയുമ്പോൾ ആ മിസ്കാത്താവുന്ന വെളിപ്പഴുത്, ആ വെളിപ്പഴുതിലുള്ള ആ പ്രകാശത്ത് കൊളത്തിയെടുത്തതാണ്. ആ കൊളത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണത്തിലൂടെ അല്ലാതെ നിബിതങ്ങളെ റൂഹ് നമ്മളെ തടിയിൽ കയറിക്കൂടുക എന്നും അതിനൊരിക്കലും വികലമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഅ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലാണ് എന്ത് പറഞ്ഞു? ഫല്ലദീന ആമനൂ ബിഹി, നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ, വഅസ്സറൂഹു തങ്ങളെ ബഹുമാനിച്ച ആളുകൾ, വനസറൂഹു തങ്ങളെ സഹായിച്ചവർ, നൂറല്ലദീ ഉൻസില മഅഹു നിബിതങ്ങളോട് കൂടെ അവതരിക്കപ്പെട്ടതായ പ്രകാശം പിൻപറ്റിയവർ. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരിശുദ്ധ ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. അപ്പൊ അതിനെ ആ പിൻപറ്റുന്ന ആളുകൾക്കാണ് ആ പ്രകാശം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൊളുത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബി കന്നജവും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എൻ്റെ ലക്ഷക്കണക്കായിട്ടുള്ള സഹാബാക്കൾ അവർ നക്ഷത്രങ്ങളെ പോലെയാണ്, അവരിൽ ആര് പിൻപറ്റിയത് രക്ഷപ്പെടുന്ന അവർക്ക് ആ നക്ഷത്രങ്ങളായിട്ടുള്ള അവർക്കുള്ള പ്രകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അത് എങ്ങനെ കിട്ടിയത്? അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആ റൂഹ് ഇറങ്ങി വന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. അവർക്ക് ആ പോസിറ്റിവിറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയും. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ തന്നെ ആള് നന്നാവും. എന്തുകൊണ്ട്? നബി തങ്ങൾ വെറും പറച്ചിൽ മാത്രമേ പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇതിലാ ദലീല അലാ തരീഖി ഇലല്ലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മല ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി വതതബഅന താബിയൻ ലാ തഅദില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും അഹ്വാലിലും ഹൃദയത്തിന്റെ അവസ്ഥകളിലും ഒക്കെ പിൻപറ്റാതെ ഒരിക്കലും അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാല് ഫീല് ഖൗല് അത് തന്നെയാണ്. അതിൽ നിന്നാണ് ആ പോസിറ്റിവിറ്റി കിട്ടേണ്ടത്. അത് പൂർണ്ണമായും പിൻപറ്റുന്ന ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ പോസിറ്റിവിറ്റി. അത് പൂർണ്ണമായ ആളുകളുണ്ടാവും, അവർക്ക് പൂർണ്ണമായ തോതിലുണ്ടാവും, കുറച്ചുള്ള ആൾക്കാർക്ക് കുറച്ചുണ്ടാവും. ഇതതിൻ്റെ അവസ്ഥ. അപ്പം ആ പോസിറ്റിവിറ്റി നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഓരോരുത്തരും ഇപ്പോൾ പറഞ്ഞിട്ട് വീണത് വിദ്യാക്കാൽ വീണോടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറഞ്ഞ മാതിരി, പിന്നെ അതിപ്പോൾ മോമിനി എൻ്റെ മുരീദന്മാരെ കണ്ടാൽ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ മോമിനിങ്ങളെ കണ്ടാൽ സ്വലാത്ത് ചെല്ലേണ്ടതാണെന്ന് ഷെയ്ഖിനെ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയുമ്പോൾ എൻ്റെ കുട്ടികളെ കയ്യൊക്കെ തുറന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ടാപ്പിൽ പോയിട്ട് കയ്യൊക്കെ തൊടാൻ പറ്റുള്ളൂ എന്ന് അർത്ഥമുണ്ടോ? എൻ്റെ കുട്ടികൾ അത്രയും ഉഷാറാണെന്നല്ലേ പറഞ്ഞിട്ടർത്ഥം. എൻ്റെ മുരീദന്മാർ, എൻ്റെ മോമിനിങ്ങളെ കണ്ടാൽ, അവരെ കണ്ട സ്വലാത്ത് ചെല്ലേണ്ട ആൾക്കാരാണെന്നാണ് അവരുടെ ഉള്ളിൽ ഈ സംഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ടർത്ഥം. അതല്ല കാണുമ്പോൾ സ്വലാത്തിലെന്ന് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയി പറഞ്ഞ ആരും ചെല്ലുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക ഇസ്മായിൽന്ന് ഒരു സമയത്തും ഏതെങ്കിലും അബ്ദുറഹീംന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അലി അസ്സലാത്തു വസ്സലാമു അലൈക ഹംസ എന്നൊന്നും ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ഷെയ്ഖുന ഈ സ്വലാത്ത് പറയാത്തതുകൊണ്ട് പോലൊന്നും മോമിനിങ്ങളല്ല എന്നോ അതിൻ്റെ അർത്ഥം വെക്കണ്ട്. യഥാർത്ഥ മോമിനിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലണമെന്ന് ഷെയ്ഖുനെ പറഞ്ഞു. എന്നാൽ ഷെയ്ഖുനെ എന്നെ കാണിക്കും വേണ്ടേ? അപ്പോൾ ഷെയ്ഖുനെ കാണിക്കാത്തതുകൊണ്ട് എന്താണ് എൻ്റെ നമ്മളവനെ കണ്ടെന്താ? മോമിനി ചെല്ലണവരൊന്നും മോമിനിങ്ങളായിട്ടില്ല എന്നല്ലേ? ഷെയ്ഖുനാവൻ്റെ വഫാത്ത് കഴിയാൻ കാത്തൊന്നും മോമിനിങ്ങളാവാനെന്ന് അതല്ലേ ഇപ്പം നമ്മൾ കരുതേണ്ടത്? എന്നാൽ ഈ കാമിലായ മോമിനിങ്ങളെ നടന്നാൽ പിന്നെ ഷെയ്ഖുനാനെ കാണുമ്പോൾ ആരെങ്കിലും അസ്സലാത്തു വസ്സലാമു അലൈക യാ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആട്ടി കൊന്നു കയറ്റില്ല അവിടുന്ന്. ഇപ്പോഴല്ലേ ഇപ്പം ഈ ആദ്യ ഓരോ തോന്നിയാസം കൊണ്ട് ഇറങ്ങിയത്. എന്നിട്ട് അതിങ്ങനെ വെറുതെ ന്യായീകരിക്കും.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമമാക്കുക എന്നുള്ള തനിച്ച ജഹാലത്താണ് ഈ കാണിക്കുന്നത്. പൂർണ്ണമായ ശരീഅത്ത് അനുസരിച്ച് ആ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ അതിലുണ്ട്. നാലാലൊരു മദ്ഹബ് അനുസരിച്ച് ശരിക്കും പൂർണ്ണമായിട്ടും അതിൽ ഇളവ് നോക്കാതെ നടക്കുക എന്നുള്ളതാണ് ത്വരീഖത്തുകാരായ ആളുകൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങൾ അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അള്ളാഹിനെ പറ്റി എങ്ങനെ വിശ്വസിക്കണം, അതുപോലെ തന്നെ മലക്കുകളെ പറ്റി എങ്ങനെ വിശ്വസിക്കണം, മുസ്ലിങ്ങളെ പറ്റി എന്താ വിശ്വസിക്കേണ്ടത്, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ച് തന്ന മായി തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിലപ്പുറമുള്ളൊരു വിശ്വാസം നമുക്ക് പാടില്ല. അപ്പോൾ നമ്മുടെ അഖീദൻ്റെ കാര്യത്തിലും ഫിഖ്ഹിൻ്റെ കാര്യത്തിലും ഒക്കെ ശരീഅത്ത് ശരിക്കും പൂർണ്ണമായിട്ട് പിന്തുടരുക എന്നുള്ളതാണ്. അതിൽ അതാത് സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആയത്തിന് മുറി കിട്ടിയിട്ട് അതൊന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുക. ആ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ട് ഈ പഠിച്ച മൂല്യന്മാരായി കിടന്നിട്ട് അവരെ ഇവരൊക്കെ ചന്ദ്രയുടെ ചോട്ടിൽ വെച്ചിട്ട് അതിൽ കിടന്നു പോകുക. ഇതാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇതൊക്കെ വിശദീകരണം ഇഷ്ടമായവരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മുടെ ത്വരീഖത്ത് പൂർണ്ണമായ ശരീഅത്തിലായിരിക്കണം. പരിശുദ്ധമായ ദീനിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ വിശ്വാസ കാര്യങ്ങൾ അതിന് യാതൊരു നിലക്കുള്ള കളങ്കവും പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അമലുകളൊക്കെ നിഷ്ഫലമാണ്. നമ്മൾ എത്ര ശരീരത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും കാര്യം അഖീദ പയച്ചു. അതുപോലെ തന്നെ പൂർണ്ണമായ ശരീരത്തിൽ ആ ത്വരീഖത്തിൽ എത്ര നമ്മൾ മുന്നേറി എന്ത് കാഴ്ച കണ്ടാലും ആരെ കണ്ടാലും എന്ത് കണ്ടാലും ശരീരത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. അതിനാരാ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തെളിവ്. കാല് നീര് കെട്ടോളം പിന്നെ നിസ്കാരം മുറുകെ പിടിക്കുക ചെയ്ത്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പിന്നെ നിസ്കാരത്തിൽ കയറേണ്ടി വന്നു അമ്പ് ഊരാൻ. അതി സ്ട്രോങ് ആയ ശരീഅത്താണ്. അതാണ് ശരീഅത്തിൽ ത്വരീഖത്ത് കൂടിയുള്ള ഗുണം. അല്ല ശരീഅത്തിൽ ത്വരീഖത്ത് കൂടുമ്പോൾ പിന്നെ അവനാന് തോന്നിയ മാതിരി എന്നുള്ളതല്ല. ലാ തതഅവ്വൽ, ദുർവ്യാഖ്യാനം ചെയ്യരുത്, വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. ദീനിൻ്റെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവനെ പറ്റി അൽ മുതഅവ്വിൽ വാദിറുൻ, ഈ മുതഅവ്വിൽ വ്യാഖ്യാനിക്കുന്നവൻ വഞ്ചകനാണെന്ന് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തൻ്റെ ഫത്ഹുർ റബ്ബാനി പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസ് അവിടെ നിന്നൊക്കെ ഈ മുരീദന്മാരോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യമേ പറയുന്ന വാക്കെന്താ? ഇത്തബിഊ വലാ തബ്തദിഊ, നിങ്ങൾ ശരിക്കും ആ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ തന്നെ ആയിരിക്കണേ. വലാ തബ്തദിഊ, ഒരിക്കലും നവീനവാദങ്ങൾ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ് തുടങ്ങുകയും ചെയ്യാം. ഫത്ഹുർ റബ്ബാനി നോക്കൂ, അല്ലെങ്കിൽ ഫുതൂഹുൽ ഗൈബ് നോക്കൂ, അവിടെയൊക്കെ കാണാം. ഇത്തബിഊ, ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അതിൻ്റെ ആശയാദർശങ്ങൾ അധിഷ്ഠിതമായി പോകണം. വലാ തബ്തദിഊ, ഒരിക്കലും നവീനവാദങ്ങളിലേക്ക് പോകാൻ പാടില്ല. അത് എന്നിട്ടേ ത്വരീഖത്തിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അല്ല ഈ പറഞ്ഞ മാതിരിയാണെങ്കിൽ ഈ മുഹമ്മദീയ നൂറ് ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് എവിടെയാണ്? ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസ്. അപ്പോൾ അത് കാണുമ്പോൾ ഏതെങ്കിലും അടുത്തൊരു ഖലീഫമാരോ മറ്റോ അല്ലാഹു സ്വല്ലി വസല്ലിം മുബാരിക് അലി എന്ന് അവിടെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഫത്ഹുർ റബ്ബാനി നമ്മളോട് ഓതി കൊടുക്കേണ്ടത്. അതിൽ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസിൻ്റെ ഖലീഫ അഫീഫുദ്ദീൻ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി മഹാനവറുകളാണ് അത് നക്കൽ ചെയ്ത് ഉദ്ദേശിച്ചു കൊടുക്കുന്നത്. അവിടെ ആദ്യം തന്നെ കാല ഷേഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു എന്ന് ആദ്യം തന്നെ കാണാം. അപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. എന്താ അത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പ്രകാശമുള്ളത്? അപ്പോൾ അവിടെ പിന്നെ അല്ലാഹു സ്വല്ലി വസല്ലിം മുബാരിക് അലി ഗൗസുൽ ആദം നേരെ ഖലീഫയാണ് അത് എഴുതുന്നത്, ആ കിതാബ് എഴുതുന്നത്. അതിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഇതിനോടത്തും വഖാല റളിയല്ലാഹു അൻഹു വഖാല റളിയല്ലാഹു അൻഹു അങ്ങനെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് പോലും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ചതെന്നാണ് ഈ ഒരു അഭിവാദ്യം. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഒരിക്കലും അമ്പിയാക്കളല്ലാത്തവർക്ക് ഈ ഒരു സ്ഥാനം അവർ കൊടുത്തിട്ടില്ല. അത് ഷിയാക്കൾ പുതുതാക്കി ദീൻ കടത്തിക്കൂട്ടിയ കാര്യമാണ്. അപ്പം നാളിന്ന് വരെ മുസ്ലിം സമുദായം അവരേതൊന്നാണോ അനുഷ്ഠിച്ചത്, ആചരിച്ചത്, അത് തന്നെയാണ് ഇസ്ലാം.
മഹാന്മാരായ നമ്മളെ മുൻഗാമികൾ ഖൗസുൽ അസീസ്, അതുപോലെ തന്നെയുള്ള മഹാന്മാര്, അതുപോലെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരിങ്ങനെ കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ദീൻ. അല്ല ദീൻ എന്ന് പറഞ്ഞാൽ മുസാബ് എടുത്ത് മറിച്ച് നോക്കുക, കേട്ടോ, അപ്പം നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കുക, എന്നിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല. ഇത് കാണിച്ചു തന്ന അതാണ് ദീൻ. അതിനൊരിക്കലും എതിരായിക്കൊണ്ട് വ്യാഖ്യാനിക്കാനോ പ്രസംഗിക്കാനോ പാടില്ല. നമ്മൾ അവസാനം കുറിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും റസൂലിനോട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെങ്കിലും എതിർപ്പ് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ യുശാഖിക്ക് എന്ന് പറഞ്ഞാൽ ഷിക്കെന്ന് പോകുന്നതാണ് യുശാഖിക്ക്. അപ്പോൾ നബി തങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഇവൻ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ട് ധ്രുവത്തിലാണുള്ളത്. ഈ നിലക്ക് നബിതങ്ങളുമായിട്ട് എതിർപ്പിലായി കഴിഞ്ഞാൽ നേരായ മാർഗം എന്താണെന്ന് മനസ്സിലായതിന് ശേഷം എന്നിട്ട് നാളിതുവരെയുള്ള മോമിനീങ്ങൾ അവർ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത ദീൻ അത് വിട്ടുകൊണ്ട് മറ്റൊരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? നുവല്ലിഹി മാ തവല്ല, അവൻ എവിടുക്കാ തിരിഞ്ഞു വെച്ചാൽ അവിടേക്ക് തന്നെ തിരിക്കുന്നതാണ്. അതാ രസം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നത് നോക്കാം. എന്താണ്? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരെ ശ്രദ്ധിക്കുക, തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിന്റെ മാർഗമല്ലാത്ത മറ്റൊരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ എന്നാണ് ഇതിന്റെ മാന. എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത്, ആ ശരീഅത്തിന് മാർഗമല്ലാത്ത മറ്റൊരു മാർഗം ഒരുത്തൻ സ്വീകരിച്ചു. അങ്ങനെ അവൻ മറ്റൊരു ധ്രുവത്തിലായി, ശരീഅത്ത് മറ്റൊരു ഭാഗത്തായി കഴിഞ്ഞാൽ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിച്ചെടുത്ത് അവനെ തിരിച്ചു കൊടുക്കും. അതാണ് ഇവിടെ അവൻ ആ ശരീഅത്തിന്റെ മാർഗം വിട്ടുപോയാൽ ജാസിനാഹു, അവന് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാം. അവൻ ആ പോകുന്ന മാർഗത്തെ അവനും ഭംഗിയാക്കി കാണിച്ചു, നന്നാക്കി കാണിച്ചു കൊടുക്കും. ഇപ്പൊ പൊടിച്ചത് നബിയാണെന്നും അല്ലാന്നൊക്കെ കാണിച്ചു കൊടുക്കും, പലതും കാണിച്ചു കൊടുക്കും. ആ തിരിഞ്ഞതായ സംഗതി നുവല്ലിഹിമാ തവല്ല എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അവിടെ മാന പറയുന്നത്. നോക്കിയിടും എന്താ? അവന്റെ ഹൃദയത്തിൽ അവൻ തിരിഞ്ഞ മാർഗത്തെ നന്നാക്കി കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹ് ചെയ്യുന്ന പണി അത്. എന്നിട്ട് അത് ദുനിയാവിൽ അങ്ങനെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഭംഗിനെ, ആ വഴിയെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. അതിനാ ഇസ്തിദ്രാജ് ലഹു, അവന്റെ ഈ കുരുത്തക്കേട് കാരണം അവനെ പടിപടിയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നുസ്ലിഹി ജഹന്നമ, അവസാനം മോശമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ പോരുമ്പോ പിന്നെ ഓരോരുത്തർ വന്നിട്ട് പോയി പറഞ്ഞ് തൊപ്പിയും താടിയും വെച്ച ആൾക്കാരൊക്കെ വന്നിട്ട്, ഇപ്പോൾ ഈ ആളു സാറാണ്, പിന്നെ എന്താണ് മുഹമ്മദ് നൂർ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളതിന് തെളിവ് എന്താ വെച്ചാൽ ആസ്പത്രി കിടക്കുന്ന സമയത്ത് അവിടെ നീച്ചു പോകുന്നു. അവിടെ കടക്കട്ട നീച്ചു പോകുന്നു. എന്താ ഇപ്പത്ര വലിയ സംഗതി? അതുപോലെ തന്നെ വേറെ മായ ചെണ്ടെന്ന് പറഞ്ഞു, അവിടെ മായ നിർത്തി വെച്ചു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് സാധുക്കളായിട്ടുള്ള ആൾക്കാർ അവർ വിചാരം എന്താ വെച്ചാൽ, പിന്നെ ഇനിയിപ്പോ തന്നെയല്ലേ പടച്ചോനോട് ചോദിച്ചാലും കിട്ടുന്നത്. അപ്പൊ പടച്ചോന്നിന്റെ ആവുമല്ലേ പടച്ചോന്റെ ആളാവും എന്നാണ് വിശ്വസിക്കുന്നത്. അതാ ദീനിന്റെ മൂല്യങ്ങൾ അറിയാതിരുന്നവരുള്ള ബുദ്ധിമുട്ട്. ഒന്ന്, ഈ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നരേശനാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കലാണ് അധികം ഉണ്ടാവുക. അത് ഇപ്പൊ ഞാൻ എൻ്റെ പിന്നെ കോഴി കൂകിയിട്ട് നേരം വെളുത്തെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കാരണം നേരം വെക്കുമ്പോൾ എൻ്റെ കോഴി അവിടെ പോകുന്നുണ്ടല്ലോ, എൻ്റെ കോഴി കൂക്കിയപ്പോൾ തന്നെയല്ലേ നേരം വെളുത്തത്, അല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനത്തെ കുറെ കറാമത്ത് ഇപ്പൊ കണ്ടില്ലേ?
മായല്ലോ എൻ്റെ കറാമത്താണ്. കുറച്ച് കഴിഞ്ഞ മായ, അത് മായ കുറച്ച് കമ്മിയായതുകൊണ്ടാണ് ആക്കി കൊടുത്തതാ, അതും കറാമത്ത്. ഇത് പൊട്ടി ഒലിച്ചാലും കറാമത്ത്, പൊട്ടി ഒലിച്ചിട്ടില്ലെങ്കിലും കറാമത്ത്. അതിൽ റഹ്മത്ത് കറാമത്ത് തന്നെയാണ്. ഇതൊക്കെ ഈ പഴയ കാലത്ത് ഞാൻ പറഞ്ഞപ്പോൾ അതിപ്പോൾ അങ്ങനെയല്ല, ഇനി ഇപ്പോൾ എന്നെ പറഞ്ഞുണ്ടാക്കാല് ഒറിജിനലായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. എന്താ പോയി കുഴപ്പം? ഒറിജിനലായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിവ് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തർ കൊടുത്തതിന് ഓരോ രൂപങ്ങളുണ്ടെന്ന് മാത്രം. ഇപ്പൊ ലോകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഇവിടെ പല ആൾക്കാരും പല വിശ്വാസം കൊണ്ട് നിൽക്കണില്ലേ. ഓലൊക്കെ ഇപ്പോൾ ഒരത്ഭുതം കാണാതെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഓരോരോ സിദ്ധന്മാരൊപ്പം അല്ലെങ്കിൽ ആൾ ദൈവങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരനുഭവം ഇല്ല എന്നാണ് നമ്മൾ പറയണത്. എത്ര അനുഭവങ്ങളുണ്ട് സമകാലീന ലോകത്ത്. മറ്റ് പല ആൾക്കാരുണ്ട്, ഓരോരുത്തർ ചോദിച്ചാൽ ഓര് വിശ്വസിക്കുന്ന ആൾ ദൈവം അവർക്ക് രോഗം ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ വിസ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും. എന്തെല്ലാം ശരിയാക്കല്ല. അപ്പം ഇങ്ങോട്ട് ചോദിച്ചവർ ഉസ്താദിനോട് ചോദിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലായിടത്തും ചോദിച്ചാലും നടക്കുന്നത്. അസ്മാൻ്റെ ആൾക്കാർ ഇത് പോയാൽ നടക്കൂലേ? അതിൽ നടക്കൂല എന്ന് പറഞ്ഞു. ഇനി അത്ഭുതം നടക്കാഞ്ഞിട്ടല്ലല്ലോ, കാര്യസാധ്യത്തിന് എവിടെയും പിന്നെ പോയാൽ നടക്കൂല എന്ന് ഞാൻ പറയില്ല. പക്ഷെ കാര്യസാധ്യത്തിന് അങ്ങനത്തെ പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈമാൻ പോണ കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് നഷ്ടം വന്നാലും ശരി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ വഴി. അല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ കറാമത്തുകളിൽ അഭിരമിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള, ചൊവ്വായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ. നേരം പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ അതാ കറാമത്ത്. ഇത് പഴയ കാലത്ത് ദൈവമായിട്ട് കറാമത്ത്, അല്ലെങ്കിൽ കറാമത്ത് എന്ന് പറയാൻ പാടില്ല, പിന്നെ ഹവാരിക്കുല്ലാതാത്ത് ആ സംഭവങ്ങൾ എത്ര നടന്നിട്ടുണ്ട്. ആ മുസ്ലിമത്ത് കദാബിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരാൾ വരാൻ പോകുന്നുണ്ട്. ആരെന്നറിയും? ദജ്ജാല് വരാൻ പോകും. ദജ്ജാലിന്റെ കറാമത്തുകൾ കേട്ടിട്ടില്ലേ? എന്നത് പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അതാണിപ്പോൾ ന്യായിപ്പോന്നും അല്ലെ ബാധിപ്പിന് അതിൻ്റെ പിന്നാലെ അടക്കുക ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ മൂപ്പര് കാട്ടുന്ന ഒരു നരകം, പിന്നെ ഓനെ സ്വീകരിക്കാത്തവരെ നരകത്തിൽ കുടിച്ചു, പിന്നെ ഓനനുസരിക്കുന്ന ആൾക്കാരൊക്കെ സ്വർഗത്തേക്ക് അങ്ങോട്ട് പിടിച്ചിടും. മരിച്ച വാപ്പാനും ഉമ്മാനും കബറിന്ന് എഴുന്നേറ്റ് കൊണ്ടുവരും. ഒക്കെ ലൈവായിട്ട് ചെയ്യുന്ന പണിയാണ്. അത് കാണുമ്പോൾ നമ്മളെന്താ പറയാ? അപ്പൊ ഇതാണോ നമ്മുടെ ലക്ഷ്യം? ഒരിക്കലും അതല്ല. അതുകൊണ്ട് ഒരാളെ പുണ്യവൽക്കരിക്കാനും മഹത്വവൽക്കരിക്കാനൊന്നും കഴിയില്ല. ഒരാൾ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുക, ആ മുസ്തഖീമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറൽ അസീസ് തരീഖുൽ വസൂലി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം. മുതാബഅത്തുൽ ജിസ്മി അലസ്സിറാത്തുൽ മുസ്തഖീം, നമ്മൾ ഈ തടി അതിന്റെ ബാധ്യത, അതാ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മുതാബഅത്തുൽ ജിസ്മി അലസ്സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക തടി കൊണ്ട്. അതെങ്ങനെ? അഹ്കാമി ശരീഅത്തി ലൈലൻ വനഹാറ, ശരീഅത്തിന്റെ അഹ്കാം കോട്ടം തട്ടാൻ രാവും പകലും ശ്രദ്ധിക്കണം. രാത്രി കിടക്കണം നോക്കണം. രാവിലെ നീക്കുമ്പോൾ എപ്പോഴേലും നീച്ചിട്ട് അല്ലാഹു ഗഫൂർ റഹീം എന്ന് പറഞ്ഞാലൊന്നും ഓൻ യഥാർത്ഥ തരീഖത്ത് തരണാവില്ല. 8 മണിക്ക് നീക്കുക, കേട്ടാ തോപ്പാച്ചി, നാളെ 8 മണിക്ക് അപ്പോഴും തോപ്പാച്ചി, അങ്ങനെ പറ്റില്ല. അത് നേരത്തെ നീക്കുക. അതുപോലെ തന്നെ നേരത്തെ സുബഹിസ്കരിക്കുക. അത് കഴിഞ്ഞ് കടന്നുറങ്ങാതിരിക്കുക, ദിക്റ് ചെല്ലുക. ഇങ്ങനെ കുറേ പണികളുണ്ട്. അല്ലാതെ ഒക്കെ കഴിഞ്ഞിട്ട് നല്ലോണം പിന്നെ അങ്ങോട്ട് കയറ്റി വിട്ട് മന്തിയൊക്കെ നന്നായിട്ട് തിന്നും, പിന്നെ മൗലൂദൊക്കെ നന്നായിട്ട് ഓതി പോയിട്ടാണ് മൗലൂദ് ഓതിയത്, അതുകൊണ്ടൊന്നും ഉച്ചയ്ക്ക് ഈച്ചാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവനൊന്നും കാതിരി തരീഖത്തിലൊന്നും യാതൊരു സ്ഥാനമില്ല. അപ്പോ മുതാബഅത്തുൽ ജിസ്മി അലസ്സിറാത്തുൽ മുസ്തഖീം അഹ്കാമി ശരീഅത്തി ലൈലൻ വനഹാറ, രാവും പകലും 24 മണിക്കൂറും ശരീഅത്തിന്റെ അഹ്കാമ് പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം. പിന്നെ ദവാമു ദിക്രില്ലാഹി തആല ഫർളുൻ ഖായിമുൻ അലൽ താലിബീൻ, സദാ സമയത്തും റബ്ബിനെ ദിക്ർ ചെയ്യുക, ആ സ്നേഹവും ഇഖ്ലാസുമായിട്ട് നടക്കുക, അത് മുരീദന്മാർക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.